ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെല്ലിശ്ശേരിയിലേക്ക് ഒരു കൊറിയർകാരൻ വരുന്നു. ഇത് അവന്തികയുടെ പ്ലാൻ തന്നെയാണ്. കൊറിയർ ആതിരയ്ക്കാണ്. അതെ, അർച്ചനയെ ഏൽപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം വേണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. അങ്ങനെ വെള്ളം എടുക്കാനായി അർച്ചന കിച്ചണിലേക്ക് പോയ സമയത്ത് അവന്തിക അയാളുമായി സംസാരിക്കുന്നുണ്ട്. കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാനാണ് അയാൾ വന്നിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞി കിടക്കുന്ന സ്ഥലം അവന്തിക അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അയാൾ മുകളിലേക്ക് പോയതിനു ശേഷം അവന്തിക മറഞ്ഞു നിൽക്കുന്നുണ്ട്. അർച്ചന വെള്ളവുമായി വന്നപ്പോൾ അയാളെ അവിടെ കാണുന്നില്ല. ഈ സമയം കൊണ്ട് കുഞ്ഞി കിടക്കുന്ന മുറിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അയാൾ. ഈ സമയം അനഘയുടെ മുറി വിട്ട് പുറത്തേക്ക് വരുന്നു. ഒടുവിൽ അയാൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ തന്നെ താഴേക്കിറങ്ങി ഓടുകയാണ്. അർച്ചന കിച്ചണിലും കൂടെ അനഘയും ഉണ്ട്. അനഘയുടെ അച്ഛന് ഭക്ഷണത്തിന് മുന്നേ കൊടുക്കാനുള്ള ആ മരുന്നെടുക്കാനായി പറയുന്നുണ്ട്. അനഘ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് അയാൾ കുഞ്ഞുമായി ഓടുന്നത് അനഘ കാണുന്നത്. ഉടൻ തന്നെ അനഘ ബഹളമുണ്ടാക്കുന്നു. പെട്ടെന്ന് അയാൾ അവിടെ നിന്നും കുഞ്ഞുമായി ഓടുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞിനെ എങ്ങനെയെങ്കിലും വാങ്ങാൻ ശ്രമിക്കുകയായിരുന്നു അനഘ. എന്നാൽ അനഘയെ തള്ളിമാറ്റി കുഞ്ഞുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അർച്ചനയും അവിടേക്ക് ഓടിയെത്തി. അർച്ചന ഇപ്പോൾ അയാളുടെ പിന്നാലെ ഓടുന്നു. ആതിരയും അവിടേക്ക് ഓടി വന്നിട്ടുണ്ട്. പുറത്തൊരു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയിലേക്ക് കയറി കുഞ്ഞുമായി അയാൾ രക്ഷപ്പെട്ടു പോകുന്നു. അർച്ചന അയാളുടെ പിന്നാലെയുണ്ട്. അർച്ചന വന്നപ്പോഴത്തേക്കും കുഞ്ഞുമായി അയാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് അർച്ചന. അർച്ചനയുടെ അരികിലേക്ക് അനഘയും ആതിരയും എത്തി. സേതു ഉടൻ തന്നെ പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. തുടർന്ന് സച്ചിയുടെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുകയാണ് അർച്ചന. അർച്ചന ഇപ്പോൾ സച്ചി സമാധാനിപ്പിക്കുന്നു. എല്ലാവരും അരികിൽ തന്നെയുണ്ട്. അർച്ചനയെ, നീ വിഷമിക്കാതെ, നമുക്ക് കുഞ്ഞിനെ കണ്ടെത്താം, പോലീസിൽ അറിയിക്കാമെന്ന് നന്ദൻ പറയുന്നുണ്ട്. ആ സമയത്ത് ക്യാമറയൊന്നും വർക്ക് ചെയ്തില്ലല്ലോ എന്ന് സന്ദീപും പറയുന്നുണ്ട്. ഇങ്ങനെ വരുന്നവരെ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയേ വരൂ എന്ന് അവന്തിക പറയുന്നു. വരുന്നവർ ക്യാമറ ഓഫ് ചെയ്ത് പട്ടാപകൽ വീടിനകത്ത് കയറി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പോലും വയ്യ എന്ന് അവന്തിക പറയുന്നുണ്ട്. തുടർന്ന് ഇതേ സമയം പോലീസ് ജീപ്പ് അവിടേക്ക് വരുന്നുണ്ട്. നെല്ലിശ്ശേരിയിൽ നിന്നും പോലീസിൽ പരാതി കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പോലീസ് അവിടേക്ക് വന്നിരിക്കുകയാണ്. കേസ് മറ്റൊന്നുമല്ല, ശിവരാമൻ്റെ പെങ്ങളുടെ ഭർത്താവും കൂടിയാണ് കേസ് തന്നിരിക്കുന്നത്. ശിവരാമൻ്റെ 4 മാസം പ്രായമുള്ള ഒരു കുട്ടിയെ അർച്ചന മോഷ്ടിച്ചു കൊണ്ടുവന്ന് വളർത്തുന്നു എന്നാണ് കേസ്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചനയും ബാക്കിയുള്ളവരും. അത് അന്വേഷിക്കാനും കുഞ്ഞിനെ കൊണ്ടുപോകാനും കിഡ്നാപ്പ് കേസിന് അർച്ചനയെ അറസ്റ്റ് ചെയ്യാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. പരാതിയിൽ പറയുന്നത് ഉള്ളതാണോ അർച്ചനെ? ശിവരാമൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു വന്നോ എന്ന് പോലീസ് അർച്ചനയോട് ചോദിക്കുന്നു. ഇത് കേട്ട് അർച്ചന കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട് സന്ദീപ് പറയുന്നുണ്ട്, സാർ തട്ടിക്കൊണ്ട് വന്നതല്ല ഇടത്തേക്ക്. അത്രയും പറയുമ്പോൾ പോലീസ് സന്ദീപിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ? അർച്ചനയോട് ചോദിച്ചാലേ അർച്ചന മറുപടി പറഞ്ഞാൽ മതി, മാറി നിൽക്കങ്ങോട്ട് എന്ന് പറയുന്നുണ്ട്. സാറ് സത്യാവസ്ഥ അറിയാതെയാണ് സംസാരിക്കുന്നത്. അർച്ചന ഒന്നും പറയാനുള്ള മാനസികാവസ്ഥയിലല്ല, അതുകൊണ്ടാണ് എന്നൊക്കെ നന്ദൻ പറയുമ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്യണ്ടേ? പ്രതിയുടെ മാനസികാവസ്ഥ നോക്കി കേസ് അന്വേഷിക്കാൻ പറ്റുമോ? ഇതൊരു കിഡ്നാപ്പ് കേസാണ്, അതും ഒരു കുഞ്ഞിൻ്റെ. കൂടുതൽ ഇടപെടുന്നവരെ പ്രതി ചേർത്ത് അകത്തിടും, പറഞ്ഞേക്കാം എന്നും പോലീസ് പറയുന്നു. ഇനി വേഷം കെട്ടിറക്കുന്നു എന്നൊക്കെ പോലീസ് പറയുമ്പോൾ ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, ആ കുഞ്ഞിനെയും കൊണ്ട് അർച്ചന ഇവിടേക്ക് കയറി വന്ന അന്ന് പറഞ്ഞതാ ഞാൻ, ഇതിൻ്റെ പിറകിൽ ബാക്കിയുള്ള എല്ലാവരും തൂങ്ങുമെന്ന്. അന്ന് ആരും കേട്ടില്ലല്ലോ, ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോ എന്നും അവന്തിക പറയുന്നുണ്ട്. അർച്ചന മോഷ്ടിച്ചു കൊണ്ടുവന്ന കുഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ വായടപ്പിച്ചു. കൊച്ചുങ്ങളില്ലാത്ത അർച്ചനയ്ക്ക് ഈശ്വരൻ കൊടുത്തതാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ ഒരു സീൻ ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് ഞാനത് പറഞ്ഞത്. ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴെങ്കിലും എല്ലാവർക്കും ബോധ്യമായില്ലേ? ഇനി എല്ലാവരും കൂടി അങ്ങ് അനുഭവിച്ചോ എന്നും അവന്തിക പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, നീ ഒന്ന് നിർത്തിക്കേ, അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അവന്തിക വീണ്ടും പറയുന്നു, ഒന്നും സംഭവിച്ചില്ലേ, ഇത്രയൊക്കെ സംഭവിച്ചില്ലേ? ഇനിയും ഞാൻ പറയും, അന്ന് എല്ലാവരും കൂടി എന്നെ വഴക്ക് പറഞ്ഞതല്ലേ എന്നൊക്കെ അവന്തിക പറയുമ്പോൾ പോലീസ് അവന്തികയോട് നിർത്താനായി പറയുന്നു. ഇത് നിങ്ങളുടെ ഭാര്യയാണോ എന്ന് ചോദിക്കുന്നു. അതെ എന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങളുടെ കുടുംബ വഴക്ക് അന്വേഷിക്കാനും കാര്യം പറയാനുമായിട്ടല്ല വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ആ കുഞ്ഞിനെ ഞങ്ങളെ ഏൽപ്പിക്കണം. അന്വേഷിച്ചപ്പോൾ ആ കുഞ്ഞ് ഇവിടെയുണ്ടെന്നാണ് പറഞ്ഞത്. ആ കുഞ്ഞെവിടെ? നിങ്ങളായിട്ട് തരുന്നോ അതോ? ഇതെല്ലാം കേട്ടു നിന്നതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, സാർ പറയുന്നത് ദയവായിട്ട് ഒന്ന് കേൾക്കണം, കുഞ്ഞിനെ അർച്ചന മോഷ്ടിച്ചതല്ല. അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം സച്ചി പോലീസിനോട് പറയുന്നുണ്ട്. കുഞ്ഞിനെ എവിടെ വെച്ചാണ് കിട്ടിയത് എന്നും എങ്ങനെ എല്ലാ കാര്യങ്ങളും താൻ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുഞ്ഞിനെ കിട്ടുമ്പോൾ ആദ്യം പോലീസിനെയല്ലേ അറിയിക്കേണ്ടത്? അല്ലാതെ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞങ്ങ് വളർത്തുകയാണോ ചെയ്യേണ്ടത്? അനാഥയായിരുന്നുവെങ്കിൽ അങ്ങനെ. ഇത് അങ്ങനെയല്ലല്ലോ. ആ കുഞ്ഞിന് അച്ഛനുണ്ട്, ബന്ധുക്കളുണ്ട്.
കുഞ്ഞിനെ അച്ഛനും മിസ്സിംഗ് ആണ്. അയാളെ അപായപ്പെടുത്തി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയെന്ന് ഞാൻ FIRൽ ചേർത്താനുണ്ടല്ലോ. കുറേ വർഷം നിങ്ങളുടെ ഭാര്യ അർച്ചനയ്ക്ക് ജയിലാഹാരം കഴിക്കേണ്ടി വരും എന്നും പോലീസ് പറയുന്നുണ്ട്. അതൊക്കെ പിന്നെ ആദ്യം കുഞ്ഞിനെ ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് പോലീസ് പറയുന്നു. എന്നാൽ ആരും ഒന്നും മിണ്ടാത്തത് കൊണ്ട് തന്നെ വീണ്ടും പോലീസ് പറയുന്നുണ്ട്, എന്താ ഞാൻ പറഞ്ഞത് ആർക്കും മനസ്സിലായില്ലേ എന്ന്, കുഞ്ഞിനെ തരാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ സാർ എന്ന് പറഞ്ഞ് സേതു പിന്നിൽ നിന്നും പോലീസിനെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ വലിയൊരു പ്രശ്നത്തിലാണ്. കുറച്ച് മുന്നേ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. ഡെലിവറി ബോയ് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടേക്ക് വന്നിട്ട് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി. ആ പരാതി തരാൻ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരാനിരിക്കുമ്പോഴാണ് പോലീസ് ഇങ്ങോട്ട് വന്നതെന്നും സേതു പറയുന്നു. കൊള്ളാം, അപ്പോൾ എല്ലാവരും അർച്ചനയ്ക്ക് സപ്പോർട്ടാണ് എന്ന് പോലീസ് പറയുമ്പോൾ സേതുമാധവൻ പറയുന്നുണ്ട്, അല്ല സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇത് കേട്ട് വീണ്ടും പോലീസ് പറയുന്നു, ആ സത്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവനല്ല ഞാൻ എന്ന് പോലീസ് പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിനു സാറിനോട് കള്ളം പറയണം? വല്ലവരുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പോൾ കാണുന്നില്ല പോലും. ശരി, വിശ്വസിക്കാം, ഇവിടെ CCTV ഒക്കെ ഉള്ളതല്ലേ. അങ്ങനെ ഒരു സംഭവം നടന്നുവെങ്കിൽ വിഷ്വൽസ് കാണുമല്ലോ. അതും കാണട്ടെ എന്ന് പറയുമ്പോൾ സന്ദീപ് പറയുന്നു, ആ സമയത്ത് ക്യാമറ ഓഫായിരുന്നു എന്ന്. പോലീസ് വീണ്ടും പറയുന്നു, ഇതും ഞാൻ വിശ്വസിക്കണമായിരിക്കും അല്ലേ? ഞാൻ പറയാം ഇവിടെ എന്താണ് നടന്നതെന്ന്. കുഞ്ഞിനെ മോഷ്ടിച്ച് അർച്ചന എന്ന പ്രതി ഇവിടെ താമസിച്ചിരുന്നു. കുഞ്ഞിൻ്റെ ബന്ധുക്കൾ ചോദ്യമായി വരുമെന്ന് വിചാരിച്ച് കുഞ്ഞിനെ മറ്റെവിടേക്കോ മാറ്റി. അതല്ലേ സത്യം? ഇത്രയും നേരമായിട്ടും അർച്ചന ഒന്നും മിണ്ടാത്ത സ്ഥിതിക്ക് മിണ്ടിക്കാൻ കുറച്ച് നേരമെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. അതിന് ഈ സ്ഥലം പോരാ, അതുകൊണ്ട് അർച്ചനയെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. ആവശ്യമുള്ളവരേക്ക് ഞാൻ വിളിപ്പിക്കും, അപ്പോൾ വന്നോണമെന്നും പോലീസ് പറയുന്നു. അങ്ങനെ അർച്ചനയുടെ കയ്യിൽ വിലങ്ങിടുന്നുണ്ട്. വിലങ്ങിട്ട് അർച്ചനെ അവിടുന്ന് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും തടയുന്നുണ്ട്. എന്നാൽ ആരെയും ഒന്നും വകവയ്ക്കാതെ പോലീസ് അർച്ചനയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വളരെ സന്തോഷത്തോടെ അവന്തികയും ഇത് കണ്ടു നിൽക്കുന്നു. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എൻ്റെ അർച്ചന, എൻ്റെ കുഞ്ഞ്, ഒരു നിമിഷം കൊണ്ടല്ലേ എല്ലാം എനിക്ക് നഷ്ടമായത് എന്ന് വളരെ സങ്കടത്തോടെ സച്ചി പറയുന്നുണ്ട്. നന്ദൻ പറഞ്ഞതുപോലെ നീ തളർന്നാൽ നമുക്ക് അർച്ചനയെ രക്ഷിക്കാൻ സാധിക്കില്ല നന്ദ. എന്ത് സ്വാധീനം ഉപയോഗിച്ചായാലും നമുക്ക് അർച്ചനയെ രക്ഷപ്പെടുത്തണമെന്ന് സേതുമാധവൻ പറഞ്ഞു. ജാമ്യത്തിനുള്ളത് ഞാൻ ചെയ്യാം എന്ന് നന്ദൻ പറയുമ്പോൾ സേതു പറയുന്നുണ്ട്, ജാമ്യമല്ല, നിരപരാധിത്വം. ജാമ്യം എന്ന് പറഞ്ഞാൽ അർച്ചന കുറ്റം ചെയ്തു എന്നാണ്. അതുകൊണ്ട് തന്നെ അർച്ചന കുറ്റം ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകണമെന്ന് പറയുമ്പോൾ തന്നെ നന്ദൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഞ്ഞിനെ ഹാജരാക്കണം. കുഞ്ഞിപ്പോൾ എവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ ഏട്ടാ, നമുക്ക് കുഞ്ഞിനെ അന്വേഷിക്കാം, എന്നിട്ട് കുഞ്ഞിനെ കണ്ടെത്താമെന്നൊക്കെ സന്ദീപ് പറയുമ്പോൾ നന്ദൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ ശിവരാമൻ്റെ പെങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ അർച്ചനയ്ക്ക് ഒരിക്കലും കുഞ്ഞിനെ കിട്ടില്ല എന്നും നന്ദൻ പറയുന്നുണ്ട്. ഇതിപ്പോൾ അർച്ചനയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ എന്ത് ഉറപ്പിന്മേലാണ് നമ്മൾ ആ കുഞ്ഞിനെ വളർത്തുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ ശിവരാമൻ കയറി വന്നാൽ കുഞ്ഞിനെ കൊടുക്കേണ്ടതല്ലേ ഉള്ളൂ. കുഞ്ഞിനെ കാണാതാവുന്നു, ഇതിൻ്റെ പേരിൽ അർച്ചനെ അറസ്റ്റ് ചെയ്യുന്നു. എന്തൊരു വിധിയാ ഈശ്വര! ഇതിൻ്റെ എന്തൊക്കെയാണ് ഇനി അർച്ചന അനുഭവിക്കേണ്ടത് എന്നൊക്കെ അവന്തിക അഭിനയിച്ചും തള്ളുകയാണ് ചെയ്യുന്നത്. എൻ്റെ ചേച്ചി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിത്താ, ആ പാവത്തിനെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് കരഞ്ഞുകൊണ്ട് ആതിര പറയുന്നുണ്ട്. അതേ നന്ദേട്ടാ, ചെയ്യാത്ത കുറ്റത്തിന് അർച്ചന എടുത്തി അവർ ഉപദ്രവിച്ചു എന്നിരിക്കുമെന്ന് അനഘയും പറയുന്നു. നന്ദൻ പറയുന്നു, ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം ഏത് വിധേനയും അർച്ചനെ ഇന്ന് തന്നെ പുറത്തിറക്കണം. അവന്തിക വിചാരിക്കുന്നു, ഇപ്പോൾ ധനുഷിനെ വിളിക്കണ്ട, അർച്ചനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവളെ സ്വീകരിക്കാൻ ഒരാൾ അവിടെ വേണ്ടേ? വിളിക്കേണ്ടത് ACP തന്നെയാണെന്ന് വിചാരിക്കുന്നു. സഹീറ എന്ന ACP തന്നെയാണ്. അവന്തിക പറയുന്നു, എൻ്റെ മുഖ്യ ശത്രു അർച്ചനയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ചവിട്ടി അവളുടെ അടിവയറ് കലക്കിയേക്കണമെന്ന് പറയുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ചവിട്ടി അരയ്ക്കണം. എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുള്ളത് കൊണ്ടാണ് എന്ന് അവന്തിക പറയുമ്പോൾ ACP പറയുന്നു, അവന്തിക ഫോൺ വെച്ചേക്ക്, ഞാൻ ഏറ്റു. വളരെ സന്തോഷത്തോടെ അത് കേട്ടിരിക്കുകയാണ് അവന്തിക. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.